പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ, എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ ഈ പ്രാർത്ഥനയിലായിരിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ. ഞങ്ങളുടെ ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരണമേ. വിശുദ്ധിയോടുകൂടി ഉടമ്പടിയിൽ ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളെയും നികത്തണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗത്തിലേക്ക് കടന്നു വരണമേ. ഞങ്ങളെ അമ്മയുടെ കുഞ്ഞുമക്കളായി സ്വീകരിക്കണമേ. ഞങ്ങളെ അമ്മയുടെ നീലമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞുകൊള്ളണമേ. ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ പാപക്കറകളും ഈശോ ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ചിന്തി തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ ആ മക്കൾക്ക് നേരെ അമ്മ തുറക്കണമേ. അമ്മേ മാതാവേ, ബാങ്ക് ലോൺ അടച്ചു തീർക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത് അടച്ചു തീർക്കുവാനുള്ള വഴിവാതിലുകൾ അവർക്ക് നേരെ തുറക്കണമേ. സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സമാധാനമായി സന്തോഷമായ മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലണമേ. അമ്മേ മാതാവേ, പൊരുത്തപ്പെട്ട് കഴിഞ്ഞു പോകുവാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ. ദൈവം യോജിപ്പിച്ച കുടുംബത്തെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ആരാലും തകർത്തു കളയുവാൻ അമ്മയെ അവരെ അനുവദിക്കരുതേ. അമ്മയുടെ നീല മേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു മുറുകെ പിടിച്ചു കൊള്ളണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളെ ഓർത്ത് ആകുലതയോടെ കണ്ണീരോടെ അമ്മയുടെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരെ അമ്മയിൽ ഏൽപ്പിക്കുന്നു. അമ്മേ മാതാവേ, അവരുടെ എല്ലാം പ്രാർത്ഥനകളിലേക്ക് കടന്നു വരണമേ. വഴിതെറ്റിപ്പോകുന്ന സമൂഹത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആ സമൂഹത്തിലേക്ക് അമ്മ ഇറങ്ങിച്ചെല്ലണമേ. തെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ. ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമായ ജീവിതമല്ലെന്ന് മനസ്സിലാക്കി ഓരോ നിമിഷവും ഈശോയോട് ചേർന്ന് മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അമ്മേ മാതാവേ, അമ്മ സ്വർഗത്തിലേക്കുള്ള വഴിയാണല്ലോ. അമ്മയെ പിന്തുടർന്ന് സ്വർഗരാജ്യത്തിൽ അങ്ങേ പുത്രൻ ഞങ്ങൾക്കായി ഒരുക്കുന്ന ആ പറുദീസയിൽ പ്രവേശിപ്പാനുള്ള ഭാഗ്യം അമ്മ ഞങ്ങൾക്ക് നേടിത്തരണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഞങ്ങൾ പാപികളും ഏഴകളുമാണ്. ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവുകളും ഉണ്ട് തമ്പുരാനെ. നിന്റെ മുൻപിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയുള്ളവരല്ല ഞങ്ങൾ. ഞങ്ങളുടെ കുറവുകളോ തെറ്റുകളോ ഒന്നും നോക്കാതെ ആ ധൂർത്തപുത്രൻ പിതാവിനെ തേടി വന്നപ്പോൾ ആ പിതാവ് ചേർത്തണച്ചതുപോലെ ഈശോയെ, അങ്ങയെ തേടി ഞങ്ങൾ പരിശുദ്ധ അമ്മയിലൂടെ അങ്ങയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങളെ ചേർത്തണയ്ക്കണമേ. ഞങ്ങളെ കുറവുകളെ നികത്തണമേ. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഈശോയെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈശോയെ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും തളർച്ചകളിലൂടെയും ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ആ സിഹ്യോൻ മാളികയിൽ ഭയന്നിരുന്ന ശിഷ്യന്മാരിലേക്ക് പരിശുദ്ധാത്മാവിനെ അയച്ചതുപോലെ ഞങ്ങളിലേക്കും പരിശുദ്ധാത്മാവിനെ അയക്കണമേ. നല്ല ആലോചനകൾ ഞങ്ങൾക്ക് പറഞ്ഞു നൽകണമേ. നല്ല വഴിയിൽ നടപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പരാജയത്തിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വിദേശത്തേക്ക് പോകാനായി പലവിധ പരീക്ഷകൾ എഴുതി പരാജയപ്പെട്ട് കണ്ണീരോടെ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, ആ മക്കൾക്ക് നേരെ വഴിയുടെ വാതിലുകൾ തുറക്കണമേ. പ്രതീക്ഷയോടെ നല്ലൊരു ജോലിക്കായി കാത്തിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വഴിയുടെ വാതിൽ തുറന്ന ആ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗം തുറക്കണമേ. ഞങ്ങൾ നിലവിളിക്കുമ്പോൾ ഞങ്ങളുടെ ശബ്ദം കേൾക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിലേക്ക് കടന്നു വരാമെന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ ഒരുമയോടെ പ്രാർത്ഥിക്കുമ്പോൾ നീ ഞങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു നാഥാ. നീ ഞങ്ങളുടെ ഇടയിലുണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു നാഥാ. ഞങ്ങളുടെ ഹൃദയഭാരങ്ങൾ കാണണമേ. ഞങ്ങളുടെ ആകുലതകൾ മനസ്സിലാക്കണമേ. ഞങ്ങളുടെ ദുഃഖങ്ങൾ അറിയണമേ. ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് നല്ല ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ. പലവിധ പ്രയാസങ്ങളിലും കഷ്ടതകളിലും കേസുകളിലും അകപ്പെട്ട് ജീവിക്കുന്ന മക്കളിലേക്ക് ഇറങ്ങിച്ചെല്ലണമേ. അവരുടെ ജീവിതത്തിന് പ്രകാശം ചൊരിയണമേ. അന്ധകാരം വ്യാപിച്ച
എല്ലാ അവസ്ഥകളെയും എടുത്തു മാറ്റണമേ. ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ. എല്ലാവിധ പൈശാചിക ശക്തികളിൽ നിന്നും ഞങ്ങളുടെ ഭവനത്തെ കാത്തുകൊള്ളണമേ. ശത്രുവിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും പൈശാചിക കെട്ടുകളിൽ നിന്നും മുറുകപ്പെട്ടുപോയ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും എല്ലാം ഞങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾ പൂർണ്ണമായി ഞങ്ങൾ അമ്മയിൽ ഏൽപ്പിക്കുന്നു. അമ്മേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ, വഴികാട്ടണമേ. അമ്മേ മാതാവേ, അന്യദേശങ്ങളിലേക്ക് പോയിട്ട് തൊഴിലൊന്നും ലഭിക്കാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവർക്ക് നേരെ ഒരു വഴിയുടെ വാതിൽ തുറക്കണമേ. ദേശം വിട്ട ദേശങ്ങളിൽ പോയി ഒരു കുഞ്ഞുങ്ങൾ പോലും ആകുലതയിലും വേദനയിലും ആരിപ്പാൻ അനുവദിക്കരുതേ. ആ മക്കൾക്ക് നേരെ വഴിയുടെ വാതിൽ തുറക്കണമേ. അമ്മേ, പ്രതീക്ഷയോടെ തന്നെ ദേശത്തേക്ക് പോയിട്ട് തൊഴിലൊന്നുമില്ലാതെ ഭാരപ്പെടുന്ന എത്രയോ മക്കളുണ്ട് അമ്മേ. എത്രയോ പണം മുടക്കി ഏറെ ദേശത്ത് പോയിട്ട് കണ്ണീരോടെയും വേദനയോടെയും ജീവിക്കുന്ന മക്കളുണ്ട് അമ്മേ. അവരിലേക്ക് വഴിയുടെ വാതിൽ തുറന്നിറങ്ങി ചെല്ലണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് നേരെ കൃപ ചൊരിയണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിതത്തെ ബലപ്പെടുത്തണമേ. പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങൾക്ക് താങ്ങായി അമ്മ കൂടെ നിൽക്കണമേ. തളർച്ചകളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളെ താങ്ങിക്കൊള്ളണമേ. രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. ആ രക്തസ്രാവക്കാരി സ്ത്രീ കർത്താവേ, അങ്ങയുടെ വസ്ത്രത്തിന്റെ വിളിമ്പിലൊന്ന് തൊട്ടപ്പോൾ ആ സ്ത്രീ സൗഖ്യം പ്രാപിച്ചതുപോലെ ദൈവമേ, അങ്ങയുടെ വസ്ത്രത്തിന്റെ വിളിമ്പിലൊന്ന് തൊടുവാൻ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന എത്രയോ രോഗികളുണ്ട് അമ്മേ. അവരിലേക്കെല്ലാം അങ്ങേ പുത്രന്റെ ശക്തമാകുന്ന രോഗസൗഖ്യ ശക്തി അയക്കണമേ. ഈശോയെ, അങ്ങേക്ക് അസാധ്യമായി ഭൂമിയിൽ ഒന്നുമില്ല. മരിച്ചവനെ ഉയർപ്പിച്ച തമ്പുരാനെ, നിന്നിൽ അഭയം പ്രാപിച്ചു പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. അമ്മേ മാതാവേ, വാർദ്ധക്യാവസ്ഥയിൽ കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കിടപ്പ് രോഗികളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരെ സംരക്ഷിക്കുന്നവരെ, അവരെ കരുതുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരെ എല്ലാം ബലപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ അമ്മേ, താങ്ങായി തണലായി അവരോടൊപ്പം അമ്മ നിൽക്കണമേ. ശക്തമായി മക്കൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളുടെയും ആകുലതകളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളുടെ ദുഃഖങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളുടെ ആവശ്യങ്ങളെ അമ്മയിൽ ഏൽപ്പിക്കുന്നു. അമ്മയെ ഇടപെട്ട് ഓരോ മക്കളുടെ ജീവിതത്തിലും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ. നമ്മുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം ഈശോ തമ്പുരാനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ ആവശ്യങ്ങളും അമ്മ മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ കാത്തുകൊള്ളണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.